ഹലോ മക്കളെ, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന +1 സെക്കൻഡ് ടൈം എക്സാം ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവർക്കും അറിയാമായിരിക്കും, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം എക്സാം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ശേഷം ആദ്യമായിട്ട് നേരിടാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട എക്സാമാണ് സെക്കൻഡ് ടൈം എക്സാം. അതുകൊണ്ട് എല്ലാവരും ഏറ്റവും ഗംഭീരമായിട്ട് സീരിയസ് ആയിട്ട് കാണണം. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ മെയിൻ എക്സാമിന് സിലബസ് എത്രയാണോ അതിനേക്കാളും 1-2 പാഠം കുറവ് മാത്രമാണ് നിങ്ങൾക്ക് സെക്കൻഡ് ടൈം എക്സാമിന് പഠിക്കാൻ വേണ്ടിയുള്ളത്. അതായത് മെയിൻ എക്സാമിന് മുന്നോടിയായിട്ടുള്ള ഒരു മോഡൽ എക്സാം പോലെ തന്നെ വേണം നിങ്ങൾ സെക്കൻഡ് ടൈം എക്സാമിനെ കാണാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാ മക്കളും ഏറ്റവും ഗംഭീരമായിട്ട് ഏറ്റവും ഉഷാറായിട്ട് ഇപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി ആരംഭിക്കുക. ഒരു ഡിലേയും വരുത്തരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സിലബസിന്റെയും അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് വെയിറ്റേജിന്റെ വീഡിയോ എല്ലാം തന്നെ ഞങ്ങൾ ഓൾറെഡി അവൈലബിളാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇനി ബാക്കിയുള്ളത് ക്ലാസ്സുകൾ മാത്രമാണ്. എന്നാണ് ക്ലാസ്സിൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് എന്ന ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റുമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സോ ടൈം ടേബിൾ നേരെ ചോദിക്കാം. നിങ്ങളുടെ സെക്കൻഡ് ടൈം എക്സാം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് മുമ്പ് പറഞ്ഞ പോലെ ഡിസംബർ 8-ാം തീയതി അല്ല, ഡിസംബർ 15-ാം തീയതിയാണ്. അതാണ് ആദ്യമായിട്ട് എല്ലാവരും നോട്ട് ചെയ്യേണ്ടത്. ഡിസംബർ 15-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് ആണ് നിങ്ങളുടെ ആദ്യ പരീക്ഷ. സെക്കൻഡ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. അത് ഡിസംബർ 16-ാം തീയതി. തേർഡ് എക്സാം കെമിസ്ട്രി ആണ്. ഡിസംബർ 17-ാണ് നടക്കുക. പിന്നീട് 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഡിസംബർ 20-ാം തീയതിയാണ് മാത്സ് എക്സാം ഉണ്ടാവുക. പിന്നീട് 22-ാം തീയതി ഫിസിക്സും 23-ാം തീയതി ബയോളജിയും. അതിനുശേഷം ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്, നിങ്ങളുടെ വെക്കേഷന് ശേഷം 6-ാം തീയതി ആയിരിക്കും കമ്പ്യൂട്ടർ സയൻസ് എക്സാം നടക്കുക. സോ മക്കളെ, മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് CS പഠിക്കാൻ വേണ്ടി സമയമുണ്ട്, ഒന്ന് മാറ്റിവെക്കാം. മാത്സിന് വേണ്ടി വേണമെങ്കിൽ 1-2 ദിവസം ഗ്യാപ്പ് ഉണ്ട്, ഫിസിക്സിനും ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ കെമിസ്ട്രിക്കോ മറ്റു വിഷയങ്ങൾക്കോ ഒന്നും തന്നെ ഗ്യാപ്പ് ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ പഠനം ഇപ്പോൾ തന്നെ സ്ട്രക്ചർ ചെയ്യുക, ഏറ്റവും ഗംഭീരമായി പഠിക്കുക, ഏറ്റവും ഉഷാറാക്കി മാറ്റണം നമ്മുടെ സെക്കൻഡ് ടൈം എക്സാം പറഞ്ഞുകൊണ്ട് അതിനെ പോയി. സോ ഗൈസ്, ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സൈലന്റ് ലേണിംഗ്.